Let us try to prepare a small cash book as per page number 323, example number 2. Prepare a cash budget ending on 30th June 2021. അപ്പോൾ ജൂൺ മെയ് ഏപ്രിൽ 3 months. ഹെഡിങ് കൊടുക്കുക ക്യാഷ് ബഡ്ജറ്റ് ഫോർ ദ മന്ത്സ് ഏപ്രിൽ ടു ജൂൺ. As per the question, cash budget for April only for 3 months, May, June. ജൂൺ മാസം അവസാനിക്കുന്ന ക്വാർട്ടറിലെ ബഡ്ജറ്റാണ് പറഞ്ഞിരിക്കുന്നത്, 3 months ബഡ്ജറ്റ്. ദെൻ ഓപ്പണിംഗ് ബാലൻസ്. Opening balance of cash in April given the last adjustment, that is 13,000. ചോദ്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഓപ്പണിംഗ് ബാലൻസ്. ദെൻ റെസീപ്റ്റ്സ്, ക്യാഷ് സെയിൽസ്, ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്. ഓരോ മാസത്തെയും സെയിൽസിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് ക്യാഷ് സെയിൽസ് ആയിരിക്കും. ആസ് പെർ തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് 10% ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽസ് ആർ ഇൻ ക്യാഷ്. അപ്പോൾ ഏപ്രിൽ മാസത്തെ സെയിൽസിൻ്റെ 10% ക്യാഷ് സെയിൽസ്. ഏപ്രിൽ മാസത്തെ സെയിൽസ് എത്രയാണെന്ന് നോക്കൂ. 90,000-ൻ്റെ 10%, ദാറ്റ് ഈസ് 9,000. Similarly, 10% of sales in May on cash. മെയ്യിലെ സെയിൽസിൻ്റെ 10%. മെയ്യിലെ സെയിൽസ് 85,000, അതിൻ്റെ 10%. ജൂണിലെ സെയിൽസ് 80,000, അതിൻ്റെ 10%. ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്, ദാറ്റ് ഈസ് ക്രെഡിറ്റ് സെയിൽസ് ആർ കളക്റ്റഡ് ആഫ്റ്റർ 2 months, 2 മാസം കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏപ്രിലെ എമൗണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള 2 മാസത്തിന് മുമ്പ് എത്രയാണ്, ഏതാണ്? ഫെബ്രുവരിയിലെ സെയിൽസിൻ്റെ 90% ഏപ്രിലും കഴിഞ്ഞ് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ കിട്ടുന്നു, 2 മാസം. അപ്പോൾ ഫെബ്രുവരിയിലെ സെയിൽസ് എത്രയാണെന്ന് നോക്കൂ. ഫെബ്രുവരിയിലെ സെയിൽസ് 80,000. ഈ 80,000-ൻ്റെ 10% റിസീവ്ഡ് ഇൻ ദാറ്റ് മന്ത് ഇറ്റ് സെൽഫ്. ദ റിമൈനിങ് 90%. That is 90% of sales in February, the amount received in April. മാർച്ചിലെ സെയിൽസിൻ്റെ 90% മെയ്യിൽ കിട്ടുന്നു. മാർച്ചിലെ സെയിൽസ് നോക്കൂ. മാർച്ചിലെ സെയിൽസ് ആയ 80,000-ൻ്റെ 90% കണ്ടുപിടിച്ച 72,000 രൂപ റിസീവ്ഡ് ഇൻ മെയ്. ഏപ്രിലെ സെയിൽസ് 90,000. 90,000-ൻ്റെ 10% ആ മാസം കിട്ടിയിട്ടുണ്ടാവും. ബാക്കി 90% 81,000 received
in June. വരവുകൾ കഴിഞ്ഞു, ടോട്ടൽ ചെയ്തു, ടോട്ടലിന് എഴുതുകയും ചെയ്യാവൂ, കൂട്ടുന്നത് ലാസ്റ്റ്. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കണക്ക് ചെയ്ത് പഠിച്ചാൽ തെറ്റില്ല. പേയ്മെൻറ്റ്സ് എഴുതി, ക്യാഷ്, പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, എല്ലാ കണക്കിലും നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന 2 ഐറ്റമാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആൻഡ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ഇത് രണ്ടും ഇല്ലാത്ത കണക്കുകൾ ഉണ്ടാവില്ല. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വരുമാനവും വരവും ചെലവും. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, പർച്ചേസിന് 10% ഓഫ് പർച്ചേസ് ക്യാഷ് പർച്ചേസും ഉണ്ട്. ഓരോ മാസത്തെയും പർച്ചേസിൻ്റെ 10% ക്യാഷ് പർച്ചേസാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തെ പർച്ചേസ് എത്രയാണെന്ന് നോക്കൂ. ഏപ്രിൽ മാസത്തെ പർച്ചേസ് 50,000-ൻ്റെ 10% 5,000 രൂപ ആ മാസം തന്നെ കൊടുത്തു, റെഡി ക്യാഷ്. ഇനി മെയിലെ പർച്ചേസിൻ്റെ 10% ക്യാഷ് പർച്ചേസാണ്, 45,000-ൻ്റെ 10%, 4,500. ജൂണിലെ പർച്ചേസ് 30, അപ്പോൾ 3,500. ഇനിയാണ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല, കൃത്യമായിരിക്കണമെന്ന് മാത്രം. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സിന് എന്താ കണ്ടീഷൻ പറഞ്ഞാൽ എഴുത്. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് എന്താ കണ്ടീഷൻ നോക്കൂ. 1 മന്താണ്, 1 മാസം കടം. നമ്മൾ സാധനങ്ങൾ മേടിച്ചാൽ 10% ആ മാസം തന്നെ കൊടുക്കും, ബാക്കി 90% തൊട്ടടുത്ത മാസം കൊടുക്കും. അപ്പോൾ നമ്മൾ ഏപ്രിൽ മാസം കൊടുക്കുന്നത് ഏത് മാസം മേടിച്ചതിൻ്റെ 90%? മാർച്ച്. മാർച്ചിലെ പർച്ചേസ് എത്രയാണെന്ന് നോക്കൂ. മാർച്ചിലെ പർച്ചേസ് 42,000-ൻ്റെ 10% ആ മാസം കൊടുത്തു. അപ്പോൾ 42,000-ൻ്റെ 90%. I think so, 37,800. ഇനി മെയ് മാസം കൊടുക്കുന്നത് ഏപ്രിൽ മാസം വാങ്ങിച്ച 50,000-ൻ്റെ 90%. ഏപ്രിലെ പർച്ചേസ് 50,000 ആ 50,000-ൻ്റെ 10% ആ മാസം തന്നെ കൊടുത്തു, ബാക്കി 90% മെയ് മാസം കൊടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ 1 മാസത്തെ കടമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ജൂണിൽ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മെയ് മാസം വാങ്ങിച്ച 45,000-ൻ്റെ 90%. 45,000-ൻ്റെ 90%. നിന്ന് 4,500 കുറച്ചതിന് ശേഷം കിട്ടുന്ന 40,500 രൂപ ജൂൺ മാസത്തിൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നു. ഇനി വേജസ്, ചിലവുകളുണ്ട്. വേജസും ഉണ്ട്, എക്സ്പെൻസും ഉണ്ട്. വേജസ്, ടൈം ലാഗ് ഇൻ വേജസ് ആൻഡ് എക്സ്പെൻസ് 1/2 month. വേജസ്, വേജസിൻ്റെ കാലാവധി 1/2 മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം ഉണ്ടായ വേജസിൻ്റെ പകുതി ആ മാസം കൊടുക്കും, ബാക്കി പകുതി മെയ്യിൽ കൊടുക്കും.
അപ്പോൾ ഏപ്രിൽ മാസം കൊടുക്കുന്ന വേജസ് ഏപ്രിൽ മാസത്തിൻ്റെ പകുതിയും അതിന് തൊട്ട് മുമ്പുള്ള മാർച്ച് മാസത്തിൻ്റെ പകുതിയും. മാർച്ചിലെ വേജസ് പകുതി മാർച്ചിൽ കൊടുത്തു, ബാക്കി പകുതി ഏപ്രിൽ. മാർച്ചിലെ വേജസ് എത്രയാണെന്ന് നോക്കൂ. മാർച്ചിലെ വേജ് വന്ന് 22,000 പകുതി 11,000 ഏപ്രിലെ വേജ് അതിൻ്റെ പകുതി 11,000 12,000 കൂട്ടി. Similarly, wages paid during the month of May, half of wage of May and half of wage of April. ഏപ്രിലെ വേജസിൻ്റെ പകുതിയും മെയ്യിലെ വേജസിൻ്റെ പകുതിയും മെയ് മാസം കൊടുക്കുന്നു. 12,000 10,000 22,000. ഇനി ജൂണിൽ കൊടുക്കുന്ന വേജ് ജൂണിലെ വേജസിൻ്റെ പകുതിയും മെയ്യിലെ വേജസിൻ്റെ പകുതിയും ഇവിടെ കൂട്ടി 19,000. Expenses, other expenses, factory expenses or administration, selling, distribution, whatever may be. ഇതേ കണ്ടീഷൻ തന്നെ. ഏപ്രിൽ മാസം കൊടുക്കുന്ന വേജ് എക്സ്പെൻസ് മാർച്ചിലെ എക്സ്പെൻസിൻ്റെ പകുതിയും ഏപ്രിലെ എക്സ്പെൻസിൻ്റെ പകുതി. 3,000. അപ്പോൾ എത്ര? ഏപ്രിലെ എക്സ്പെൻസിൻ്റെ പകുതിയും മാർച്ചിലെ എക്സ്പെൻസിൻ്റെ പകുതിയും. ഇനി എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് മെയ് ഈസ് ഹാഫ് ഓഫ് എക്സ്പെൻസ് ഓഫ് മെയ് ആൻഡ് ഹാഫ് ഓഫ് എക്സ്പെൻസ് ഓഫ് ഏപ്രിൽ. 6,500. ജൂണിൽ കൊടുക്കുന്ന ചിലവ് ജൂണിലെ എക്സ്പെൻസിൻ്റെ പകുതിയും മെയ്യിലെ എക്സ്പെൻസിൻ്റെ പകുതിയും 5,000. Rent, another adjustment. Rent ₹300 payable each month, not included in the expense. Simply 300 രൂപ എല്ലാ മാസവും വാടക കൊടുക്കുന്നു. 300 രൂപ എല്ലാ മാസവും വാടക കൊടുക്കുന്നു. ഈ റെൻ്റ് മറ്റ് ചെലവിൻ്റെ കൂട്ടത്തിലല്ല, സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം എഴുതി. Then purchase of plant. Purchase of plant. എത്ര രൂപ ഏത് മാസം? ഏപ്രിൽ ഐ തിങ്ക് സോ 10,000. മെയ്യും ജൂണും ഇല്ല. ഏപ്രിൽ മാസം മാത്രം 10,000. അഡ്വാൻസ് ടാക്സ് ഏതോ ഒരു മാസം മെയ്യിൽ 6,000. 4,000 മെയ്യിൽ. ഏപ്രിലില്ല, ജൂണിലില്ല. കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ കൂട്ടി. ഏപ്രിൽ മാസത്തെ വരവുകൾ 3 കൂട്ടിയോ? ചെലവുകൾ 3 3 6 എണ്ണം ഉണ്ട്. 5 3 8 6 9 17 6 2 8 15 16 15
94,000 നിന്ന് ഇത് കുറച്ചു. ക്ലോസിംഗ് ബാലൻസ് ഏപ്രിൽ മാസത്തെ ക്ലോസിംഗ് ബാലൻസ്, മെയിലെ ഓപ്പണിംഗ് ബാലൻസ്, ദെൻ ടോട്ടൽ. എക്സ്പെൻസ് ടോട്ടൽ. Total of income minus total of expense, that is closing balance. വരവിൽ നിന്ന് ചെലവ് കുറച്ചാൽ മിച്ചം. $9,600. Total. Balance. The closing balance of cash balance in June amounting to rupees 25,300. ജൂൺ മാസത്തെ ടോട്ടൽ വരവ് ഓപ്പണിംഗ് ബാലൻസ് 9,600, ക്യാഷ് സെയിൽസ് 8,000, ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ് 81,000, ടോട്ടൽ 98,600. ടോട്ടൽ ഓഫ് എക്സ്പെൻസ് 68,800. ക്ലോസിംഗ് ബാലൻസ് $29,800. ക്ലോസിംഗ് ബാലൻസ്. ഒരു സിമ്പിൾ ക്യാഷ് ബുക്കാണ്. പരീക്ഷയ്ക്ക് ഒരു 5 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.